ഈ കലോത്സവ വേദി ഇത്തവണ പൂക്കളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഓരോ പൂവും ഓരോ പ്രതിഭയുടെ അടയാളമായി വിരിയുമ്പോൾ സാഹിത്യവും സംഗീതവും നൃത്തവും ഒന്നായി സുഗന്ധം പകരുന്ന ഒരു സൃഷ്ടി പൂന്തോട്ടമാണ് ഈ വേദികൾ. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം പതിവിലും വിപരീതമായി ഇത്തവണ പൂക്കളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. വേദി 1 സൂര്യകാന്തി, വേദി 2 പാരിജാതം, വേദി 3 നീലക്കുറിഞ്ഞി, വേദി 4 പവിഴമല്ലി, വേദി 5 ശംഖുപുഷ്പം, വേദി 6 ചെമ്പകം, വേദി 7 മന്ദാരം, വേദി 8 കനകാംബരം, വേദി 9 ഗുൽമോഹർ, വേദി 10 ചെമ്പരത്തി, വേദി 11 കർണികാരം. എത്ര പേർക്ക് ഈ പൂക്കളുടെ പേര് അറിയാമെന്ന ഡൗട്ടാണ്. വേദി 11 കർണികാരം. നമ്മൾ സാധാരണ വിഷുവിനൊക്കെ കണി വെക്കുന്ന കണിക്കൊന്നയാണ് കർണികാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിത്യകല്യാണി എന്ന് പറയുന്ന വേദി 12ലെ നിത്യകല്യാണി നമ്മുടെ വീടുകളിലൊക്കെ സ്ഥിരമായി കാണുന്ന ഒരു പൂവാണ്. പക്ഷേ ഇതിൻ്റെ പേര് അല്ലെങ്കിൽ ഈ പൂവിൻ്റെ പേര് നിത്യകല്യാണിയാണെന്ന് എത്ര പേർക്കറിയാം? എന്തായാലും 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഒരു വേറിട്ട അറിവും അനുഭവവുമാണ് ഇത്തവണ നൽകിയിരിക്കുന്നത്. പതിവിലും വിപരീതമായ രീതിയിൽ പൂക്കളുടെ പേരുകളാണ് ഇത്തവണ കലോത്സവ വേദികൾക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും വേറിട്ട ഒരു ആശയം തന്നെ ഈ സർക്കാർ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് ഇത്തവണ വേദികളിലൂടെ കുട്ടികളിലേക്കും നമ്മളിലേക്കും എത്തിച്ചിരിക്കുകയാണ്. ക്യാമറ പേഴ്സൺ അരുണിനോടൊപ്പം രേണുക രാജേന്ദ്രൻ, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.